Dear students, the next topic is incidence matrix. So നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഇൻസിഡൻസ് മെട്രിക്സും അതുപോലെ തന്നെ അഡ്ജസൻസി മെട്രിക്സ്, പാത്ത് മെട്രിക്സ്, സർക്യൂട്ട് മെട്രിക്സ്, ഫണ്ടമെന്റൽ സർക്യൂട്ട് മെട്രിക്സ്, കട്ട് സെറ്റ് മെട്രിക്സ്, ഫണ്ടമെന്റൽ കട്ട് സെറ്റ് മെട്രിക്സ്, അഡ്ജസൻസി മെട്രിക്സ്. അപ്പോൾ ഈ മെട്രിക്സ് അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും നിങ്ങൾക്ക് വരയ്ക്കാനും അറിയാം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഇതിൻ്റെ എല്ലാം ഓരോ പ്രൂഫ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഇത് ഇതിൻ്റെ തിയറി മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൂഫ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇൻസിഡൻസ് മെട്രിക്സിനകത്ത് ഒരു ടോപ്പിക്ക്, ഒരു സബ് ടോപ്പിക്കാണ് റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സ്. ഓക്കെ, അപ്പോൾ എന്താണ് റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സ്? അപ്പോൾ എന്തായിരുന്നു ഇൻസിഡൻസ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? എവിടെ മുമ്പേ ഇൻസിഡൻസ് മെട്രിക്സ് ഒരു മെട്രിക്സ് എങ്ങനെയായിരിക്കും? അവിടെ വേർട്ടെക്സും കാണും, എഡ്ജസും കാണും. ഓരോ വേർട്ടെക്സിലേക്കും ഏതൊക്കെ എഡ്ജസ് ഇൻസിഡൻറ്റ് ചെയ്യുന്നോ അതിനെല്ലാം നമ്മൾ 1 കൊടുക്കും, ബാക്കിയെല്ലാം നമ്മൾ 0 കൊടുക്കും. സോ ലെറ്റ് ജി ബി എ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് n വേർട്ടിസസ് ആൻഡ് m എഡ്ജസ്. ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുന്നു, അതിനകത്ത് n വേർട്ടിസസും ഉണ്ട്, m എഡ്ജസും ഉണ്ട്. സോ ഓർഡർ എങ്ങനെയായിരിക്കും? n ഇൻറ്റു m, അതായത് റോയിൽ നമ്മൾ വേർട്ടെക്സ് എഴുതും, കോളത്തിൽ നമ്മൾ എഡ്ജസ് എഴുതും. സോ റോ ആണ് n, കോളമാണ് m. ഇഫ് യു റിമൂവ് എനി വൺ റോ ഫ്രം എ ഓഫ് ജി, എ ഓഫ് ജി എന്ന് വെച്ചാൽ എന്താ? ഇൻസിഡൻസ് മെട്രിക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? എ ഓഫ് ജി എന്നാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഈ എ ഓഫ് ജിയിൽ നിന്ന് ഒരു റോ അങ്ങ് എടുത്ത് കളയുന്നു. ഒരു റോ എന്ന് പറഞ്ഞാൽ ഒരു വേർട്ടെക്സ്, ഇവിടെ നമ്മൾ എഡ്ജസ് ആണ് എഴുതുന്നത്, അല്ലേ? ഒരു റോ എടുത്ത് കളയാന്ന് വെച്ചാൽ എന്താണ്? ഒരു വേർട്ടെക്സ് നമ്മളങ്ങ് റിമൂവ് ചെയ്യാണ്. സോ ദ റിമൈനിങ് n-1, n എന്ന് പറഞ്ഞാൽ വേർട്ടെക്സ് ആണ്, അതിലൊരെണ്ണം നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര എണ്ണം വരും? n-1. അത് 6 വേർട്ടെക്സ് ഉണ്ട്, നമ്മൾ ഒരെണ്ണം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്ര എണ്ണം വരും? 5 വരും. സോ ബാക്കി മെട്രിക്സ് എന്ന് വെച്ചാൽ n/1 ഇൻറ്റു m ആയിരിക്കും, അല്ലേ? So such an n-1 into m matrix of A is called a reduced incidence matrix. അങ്ങനെ ഒരു റോ എടുത്ത് കളഞ്ഞതിന് ശേഷം, അതായത് ഒരു വേർട്ടെക്സ് എടുത്തതിന് ശേഷം വരുന്ന ഒരു സബ് മെട്രിക്സിനെയാണ്, അതായത് n-1 ഇൻറ്റു m ഓർഡർ ഉള്ള ഒരു മെട്രിക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ AF. എ എന്ന് പറഞ്ഞാൽ ഇൻസിഡൻസ് മെട്രിക്സ്, AF എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സ്. ഇനി നമ്മൾ ആ ഡിലീറ്റ് ചെയ്ത റോയിൽ വരുന്ന കറസ്പോണ്ടിങ് വേർട്ടെക്സിന് പറയുന്ന പേരാണ് റെഫറൻസ് വേർട്ടെക്സ്. കണ്ടോ? ദ വേർട്ടെക്സ് കറസ്പോണ്ടിങ് ടു ദ ഡിലീറ്റഡ് റോ ഇൻ AF ഈസ് കോൾഡ് റെഫറൻസ് വേർട്ടെക്സ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഗ്രാഫിനകത്ത് V1 ആണ് നമ്മൾ ഡിലീറ്റ് ചെയ്തെങ്കിൽ നമുക്ക് V1 എന്തെന്ന് പറയാം? റെഫറൻസ് വേർട്ടെക്സ് എന്ന് പറയാം. അപ്പോൾ ഒന്നുമില്ല, ഒരു ഇൻസിഡൻസ് മെട്രിക്സിനകത്ത് ഒരു റോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന് ശേഷം കിട്ടുന്ന റിമൈനിങ് മെട്രിക്സിന് പറഞ്ഞ പേരാണ് റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സ്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ AF. കറസ്പോണ്ടിങ് ഡിലീറ്റ് ചെയ്ത ആ റോയ്ക്ക് അല്ലെങ്കിൽ ആ വേർട്ടെക്സിന് പറഞ്ഞ പേരാണ് റെഫറൻസ് വേർട്ടെക്സ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സോ യൂണിവേഴ്സിറ്റിക്ക് എപ്പോഴും ഡിയർ സ്റ്റുഡൻസ്, നെക്സ്റ്റ് ഇൻസിഡൻസ് മെട്രിക്സിൽ ഒരു തിയറമാണ്, യൂണിവേഴ്സിറ്റിക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു തിയറമാണിത്. ഓക്കെ, ഇഫ് എ ഓഫ് ജി ഈസ് എൻ ഇൻസിഡൻസ് മെട്രിക്സ് ഓഫ് എ കണക്റ്റഡ് ഗ്രാഫ് ജി വിത്ത് n വേർട്ടീസസ്, ദെൻ റാങ്ക് ഓഫ് എ ഓഫ് ജി ഈസ് n-1. അപ്പോൾ നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ വളരെ കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോവുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻസിഡൻസ് മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? എ ഓഫ് ജി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻസിഡൻസ് മെട്രിക്സിൻ്റെ റാങ്ക് A ഇസ് ഈക്വൽ ടു n-1 ആയിരിക്കും. അതിൻ്റെ പ്രൂഫാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണിത്. ഓക്കെ, സോ ഇത് നിങ്ങൾ പ്രൂഫ് ഇതുപോലെ തന്നെ പഠിച്ചേ പറ്റത്തുള്ളൂ. ഈച്ച് റോ ഇൻ ആൻ ഇൻസിഡൻസ് മെട്രിക്സ് A ഓഫ് ജി മേ ബി റിഗാർഡ് ആസ് എ വെക്റ്റർ ഇൻ ദ വെക്റ്റർ സ്പേസ് ഓഫ് എ ഗ്രാഫ് ജി. അപ്പോൾ നമുക്കറിയാം, ഇൻസിഡൻസ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇൻസിഡൻസ് മെട്രിക്സിനകത്ത് നമ്മൾ റോ ആയിട്ട് വേർട്ടെക്സും അതുപോലെ തന്നെ കോളമായിട്ട് എഡ്ജസും ആയിരിക്കും നമ്മൾ എഴുതുന്നത്, അല്ലേ? അപ്പോൾ ഇതിൽ ഓരോ റോയെയും നമ്മൾ ഓരോ വെക്ടറായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഈച്ച് റോ ഇൻ ഇൻസിഡൻസ് മെട്രിക്സ് നമ്മൾ എങ്ങനെയായിരിക്കും കൺസിഡർ ചെയ്യുന്നത്? ഒരു വെക്ടറായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് റോയെ നമുക്ക് A1 എന്നും സെക്കൻഡ് റോയെ A2 എന്നും, അങ്ങനെ 6 വെർട്ടെക്സ് ഉണ്ടെങ്കിൽ A1, A2, A3, A4, A5, A6. n റോസ് ഉണ്ടെങ്കിലോ A1, A2, എക്സെട്ര AN നമുക്കിങ്ങനെ കൺസിഡർ ചെയ്യാം. അപ്പം നമുക്ക് A ഓഫ് ജി എങ്ങനെ എഴുതാം? A ഓഫ് ജിയെ നമുക്ക് വേണ്ട A1, A2, എക്സെട്ര AN എന്നുള്ള രീതിയിൽ വെക്ടറായിട്ട് നമുക്ക് A ഓഫ് ജിയെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇത്രയും മനസ്സിലായല്ലോ? So there are exactly 2 ones in every column of A. The sum of all these vectors is 0. Thus vectors A1, A2, etc. AN are not linearly independent. Okay. അതായത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഒരു എഡ്ജ് എടുക്കുന്നു, E1 എന്ന് പറയുന്ന ഒരു എഡ്ജ് എടുക്കുന്നു.
ഒരു എഡ്ജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും രണ്ട് വേർട്ടെക്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതായിരിക്കുമല്ലോ. ഇതിൻ്റെ ഇൻസിഡൻസ് എടുക്കുമ്പോഴും E1 വരും. നമ്മളിങ്ങനെ എഴുതുമ്പോൾ V1 V2 എടുക്കുമ്പോൾ E1ൻ്റെ സ്ഥാനത്ത് V1ലും E1 ഇൻസിഡൻ്റ് ആണ്, V2ലും E1 ഇൻസിഡൻ്റ് ആണ്. സോ എവരി കോളത്തിൽ എന്ത് വരും? 2 വൺസ് വീതം വരും. ആണല്ലോ, നിങ്ങൾ ഇൻസിഡൻസ് മെട്രിക്സ് എടുത്ത് നോക്കിയാൽ അറിയാം, എവരി കോളം 2 1 വരും. എന്താ കാര്യം? ഒരു എഡ്ജ് എന്ന് പറഞ്ഞാൽ 2 വേർട്ടെക്സിനോട് കോമൺ ആണ് അല്ലേ? ഒരു എഡ്ജ് എന്ന് പറഞ്ഞാൽ 2 വേർട്ടെക്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. സോ E1 V1നും ഇൻസിഡൻ്റ് ആണ്, E1 V2നും ഇൻസിഡൻ്റ് ആണ്. സോ എവരി കോളം ഓഫ് ഇൻസിഡൻസ് മെട്രിക്സ് കണ്ടെയ്ൻ എക്സാക്ട്ലി 2 വൺസ്. നമ്മൾ ഈ വൺസിൻ്റെ എല്ലാം കൂടെ സം എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഫോർ എക്സാമ്പിൾ E1 എന്ന് പറയുന്ന കോളം, E2 എന്ന് പറയുന്ന കോളം, അങ്ങനെ E6 ഉണ്ടെങ്കിൽ എല്ലായിടത്തും എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് 2 വൺസ് വീതം കാണാം. എല്ലാത്തിൻ്റെ കൂടെ സം നമുക്ക് ഓരോന്നിലും 2 എന്നായിരിക്കും കിട്ടുന്നത്. സോ നമ്മൾ ഈ കിട്ടുന്ന ആൻസറിൻ്റെ മോഡ് 2 എടുക്കും. ഇത് തിയറത്തിൽ ഇങ്ങനെയാണ് കേട്ടോ. മോഡ് 2 എടുക്കും. മോഡ് 2 എടുക്കുക എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? മോഡ് 2 മീൻസ് വാട്ട്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 4 മോഡ് 2, എൻ്റെ അർത്ഥം എന്താണ്? 4 ഡിവൈഡഡ് ബൈ 2 എന്നിട്ട് അതിൻ്റെ റിമൈൻഡർ. മോഡ് 2 മീൻസ് റിമൈൻഡർ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷനാണ് അല്ലേ, മോഡുലസ് എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് എവിടെ നമ്മൾ ഏത് വെക്റ്റർ എടുത്തിട്ട് അല്ലെങ്കിൽ ഏത് കോളം എടുത്തിട്ട് ആ വൺസ് ആഡ് ചെയ്തതിൻ്റെ കൂടെ മോഡ് 2 ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. എന്തിനാ മോഡ് 2 എന്ന് ചെയ്യുന്നത് മനസ്സിലായാലും റിമൈൻഡർ കിട്ടാൻ വേണ്ടി. സോ നമ്പർ ഓഫ് വൺസിൻ്റെ എണ്ണം എപ്പോഴും ഈവൻ ആയിരിക്കും. അപ്പോൾ നമ്മളതിൻ്റെ മോഡ് 2 എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഇങ്ങനെ 0 കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൽ ഓരോ വെക്റ്റേഴ്സും, ഈ വെക്റ്റേഴ്സ് A1 A2 എക്സെട്ര എന്തായിരിക്കും ഇതിൻ്റെ അർത്ഥം? ലീനിയർലി ഡിപ്പെൻഡൻറ്റ് അല്ല എങ്കിൽ, നമുക്ക് 2 രീതിയിൽ പറയാം. ലീനിയർലി ഡിപ്പെൻഡൻറ്റ് അല്ല എങ്കിൽ നോട്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് വെക്റ്റേഴ്സിൻ്റെ സം എല്ലാം 0 കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ദ വെക്റ്റേഴ്സ് A1 A2 എക്സെട്ര AN ആർ ഒന്നി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് അല്ലെങ്കിൽ നോട്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, സോ റാങ്ക് എപ്പോഴും n-1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. അങ്ങനെ 0 സമ്മ് കിട്ടുന്നത് കൊണ്ട് അത് ലീനിയർലി നോട്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് റാങ്ക് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1 ആയിരിക്കും എന്നുള്ളൊരു കൺക്ലൂഷൻ നമ്മൾ എത്തിച്ചേരുന്നു. ഓക്കെ, അത് ഫസ്റ്റ് ഇക്വേഷനായിട്ട് ഇടുന്നു. നെക്സ്റ്റ് അടുത്തൊരു കേസ് എടുക്കും. നിങ്ങൾക്കറിയാം, ഈ തിയറം അല്ലെങ്കിൽ പ്രൂഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല അസംഷൻസിനെ ബേസ് ചെയ്ത് പല മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിനെ ബേസ് ചെയ്തും കാര്യങ്ങളുമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, now consider the sum of m of these n vectors m less than or equal to n-1. അതായത് ഇപ്പം നമ്മൾ n റോസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്ര വേർട്ടെക്സ് ഉണ്ടോ അത്രയും റോസ് ആണ് നമ്മൾ എടുത്തത്. ഇപ്പോൾ നമുക്ക് 6 വേർട്ടെക്സ് ഉണ്ടെങ്കിൽ V1 V2 V3 എക്സെട്ര V6 റോസ് ആണ് നമ്മൾ എടുത്തത്, അല്ലെങ്കിൽ അത്രയും വെക്റ്റേഴ്സ് ആണ് എടുത്തത്. ഇനി നമുക്ക് n വെക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ n എടുക്കാതെ m എടുക്കുന്നു. അതായത് കുറച്ച് 2-3 വെക്റ്റേഴ്സ് 2-3 വേർട്ടിസസ് മാറ്റി നിർത്തിയിട്ട് കുറച്ച് വേർട്ടിസസ് മാത്രം എടുത്ത് നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ ചെയ്താലും നമുക്ക് ഈവനായിട്ട് ഒരിക്കലും നോ ലീനിയർ കോമ്പിനേഷനോ എം റോ കിട്ടി. n റോസ് വെച്ചാണ് നമ്മൾ ഫസ്റ്റ് ഓപ്പറേഷൻ ചെയ്തത്. സെക്കൻഡ് നമ്മൾ ഈ n റോസ് എടുക്കാണ്ട്, ഫോർ എക്സാമ്പിൾ ഒരു 6 വേർട്ടിസസ് ഉണ്ടെങ്കിൽ നമ്മളൊരു 4 വേർട്ടിസ് മാത്രം കൺസിഡർ ചെയ്ത് നമ്മളൊരു ഇൻസിഡൻസ് മെട്രിക്സ് വരയ്ക്കുന്നു. അങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മുമ്പേ കിട്ടിയതുപോലെ എക്സാക്ട്ലി 2 വൺസ് അങ്ങനെ ഈവൻ ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ അവിടെ 0 ആയിട്ട് ആ വെക്റ്റേഴ്സിൻ്റെ സമ്മ് 0 കിട്ടാത്തൊരവസ്ഥ വരും. ആ മെട്രിക്സ് അങ്ങനെ വരും. സോ അങ്ങനെ വരുന്നൊരു കേസ് നമുക്ക് എന്ത് പറയാം? വെക്റ്റേഴ്സ് എന്താണെന്ന് പറയാം? മുമ്പേ നമ്മൾ ഒന്നീ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് അല്ലെങ്കിൽ നോട്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. മറ്റേത് നോട്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തിരിച്ച് പറയും, റാങ്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n-1 ആണെന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? അവിടെ 0 ആയതുകൊണ്ട് റാങ്ക് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1 പറഞ്ഞു. ഇവിടെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് 6 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n-1 എന്ന് പറഞ്ഞു. ഇവിടെ ലെസ്, ഇവിടെ ഗ്രേറ്റർ, ഇവിടെ ഈക്വൽ ടു. ഇപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് 6ൻ്റെ വാല്യൂ എന്ന് പറയാം n-1 എന്ന് പറയാം. ഒരിടത്ത് 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1, ഒരിടത്ത് 6 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു n-1. കോമൺ ആയിട്ട് ഈക്വൽ ടു ഉണ്ട് അല്ലേ? അപ്പോൾ 6 ഈക്വൽ ടു n-1 എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ഇത് പ്രൂഫാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കും. സോ നിങ്ങൾക്ക് ഒരു 9 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇൻസിഡൻസ് മെട്രിക്സ് എന്താ നിങ്ങളൊന്ന് പറയണം. വേണമെങ്കിൽ ഒരു ഗ്രാഫ് വരച്ച് അതിൻ്റെ ഒരു ഇൻസിഡൻസ് മെട്രിക്സിൻ്റെ ഒരു മെട്രിക്സ് വരച്ച് കാണിക്കാം. എന്നിട്ട് ഇതുപോലെ പ്രൂഫ് പറയാം. ഓക്കെ, എങ്ങനെയാണ് ഓരോ റോയും ഒരു വെക്റ്ററായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ A1 A2 എക്സെട്ര AN വെക്റ്റേഴ്സ് കിട്ടും. നമുക്കറിയാം ഓരോ കോളത്തിലും എക്സാക്ട്ലി 2 വൺസ് വീതം കാണും. കാര്യം ഒരു എഡ്ജ് 2 വേർട്ടെക്സിന് ഒരേപോലെയാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത് അല്ലേ?
അതുകൊണ്ട് എല്ലാ കോളത്തിലും 2 വൺസ് കാണും. അതിൻ്റെ സം എടുക്കുമ്പോൾ ഒരു ഈവൻ നമ്പർ ആയിരിക്കും. സോ അതിൻ്റെ മോഡ് ടു ഓപ്പറേഷൻ നമ്മൾ എടുക്കണം. മോഡ് 2 എടുക്കുമ്പോൾ റിമൈൻഡർ 0 വരും. സോ സം ഓഫ് ഓൾ വെക്ടേഴ്സ് നമുക്ക് 0 വരുന്നത് കൊണ്ട് ആ വെക്ടേഴ്സ് എല്ലാം നോട്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. എടുക്കുന്നു. അത് വെച്ച് ഈ സെയിം ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ 0 വരത്തക്ക രീതിയിലൊരു മെട്രിക്സ് കിട്ടത്തില്ല. സോ അതിൻ്റെ അർത്ഥം സം ഓഫ് ദ വെക്ടേഴ്സ് 0 കിട്ടത്തില്ല. അതുകൊണ്ട് വെക്ടേഴ്സ് എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. സോ റാങ്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n-1 എന്നുള്ള കൺക്ലൂഷൻ ചേരും. ഫ്രം ദ എബോവ് 1 and 2 വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് റാങ്ക് ഓഫ് എ ഈസ് n-1. ഓക്കെ, നെക്സ്റ്റ്, rank of A of G is n minus k if G is disconnected graph with n vertices and k components. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു ഇൻസിഡൻസ് മെട്രിക്സിൻ്റെ റാങ്ക് n-1 ആണ്. ഇനി ഇതൊരു ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ പല ഗ്രാഫും പല ഇടത്തായിട്ടായിരിക്കും കിടക്കും. അപ്പോൾ k കമ്പോണൻസ് കാണും. ഡിസ്കണക്റ്റഡ് ഗ്രാഫിനകത്താണല്ലോ കമ്പോണൻസ് വരുന്നത്. അപ്പോൾ റാങ്ക് എന്തായിരിക്കും? n-1 പകരം വരും k എന്ന് വരും. ഓർത്തിരുന്നാൽ മതി. ഒരു ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ അതിൻ്റെ ഇൻസിഡൻസ് മെട്രിക്സിൻ്റെ റാങ്ക്, ഈ റാങ്ക് ഓഫ് A of G എന്ന് വെച്ചാൽ ഇൻസിഡൻസ് മെട്രിക്സിൻ്റെ റാങ്ക് എന്നാണേ, എന്ത് വരും? n-k വരും. റാങ്ക് ഓഫ് A of G is n-k if G is disconnected graph with n vertices and k components. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ തിയറം, ഇൻസിഡൻസ് മെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ തിയറം. അതിന് പ്രത്യേകിച്ച് ഒന്നും പറയണ്ട, നിങ്ങൾ ആ പഴയ പ്രൂഫിനകത്ത് എഴുതിയാൽ മതി. n-1 പ്രൂഫിന് എഴുതിയാൽ മതി. എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞാൽ മതി k കമ്പോണൻസ് ആയതുകൊണ്ട് 1 സ്ഥാനത്ത് k വരുമെന്ന്. ഓക്കെ, നെക്സ്റ്റ് തിയറം, two graphs G1 and G2 are isomorphic if and only if their incidence matrices A of G1 and A of G2 differ only by permutations of row and column. ഇത് നിങ്ങൾക്ക് പ്രൂഫായിട്ട് പഠിക്കുമെന്ന് വേണ്ട, നിങ്ങൾ ജസ്റ്റ് ചെയ്ത് കാണിച്ചാൽ മതി. ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ 2 ഗ്രാഫ് G1 G2 ഐസോമോർഫിക് ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഇൻസിഡൻസ് മെട്രിക്സസ് ഈക്വൽ ആയിരിക്കണം. റോയിലും കോളത്തിലും മാത്രമേ വ്യത്യാസം വരാവൂ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇഷ്ടമുള്ള രണ്ട് ഗ്രാഫ് വരയ്ക്കാം. G1 G2 എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള രണ്ട്, ഇപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ഗ്രാഫോ എന്തെങ്കിലും വരയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ ഇൻസിഡൻസ് മെട്രിക്സ് എഴുതുക, ഇതിൻ്റെ ഇൻസിഡൻസ് മെട്രിക്സ് എഴുതുക. ഇത് തമ്മിൽ ഐസോമോർഫിക് ആവണമെങ്കിൽ ഈ മെട്രിക്സസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഡിഫർ ഒൺലി ബൈ പെർമ്യൂട്ടേഷൻ റോ ആൻഡ് കോളം. ചിലപ്പോൾ ഇവിടുത്തെ റോ ഇപ്പോൾ ഇവിടെ ആയിരിക്കും വരുന്നത്, ഇവിടുത്തെ കോളം ചിലപ്പോൾ ഇവിടെ ആയിരിക്കും വരുന്നത്. അങ്ങനെയുള്ള വ്യത്യാസമേ വരത്തുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. സോ ഇതങ്ങനെ ചോദിക്കാറില്ല. ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എങ്ങനെയാണ് ഐസോമോർഫിസം ചെയ്യുന്നതെന്ന് അറിയാം അല്ലേ? നിങ്ങൾക്ക് ഓൾറെഡി 2 ഗ്രാഫ് ഐസോമോർഫിക് ആണെന്ന് കണ്ടുപിടിക്കേണ്ട രീതി അറിയാം. അവിടെ ഇൻസിഡൻസ് മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടിയും കൂടെ ആഡ് ചെയ്ത് മെട്രിക്സ് വരച്ച് നോക്കി ചെയ്താൽ മതി. അപ്പോൾ മെയിൻലി ഉള്ള ഇൻസിഡൻസ് മെട്രിക്സിനകത്ത് നമ്മൾ ഓൾറെഡി ഇൻസിഡൻസ് മെട്രിക്സ് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു. അതിനുശേഷം അതിനകത്ത് ഫസ്റ്റ് റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സ് പഠിച്ചു, ഒരു റോ എടുത്ത് കളഞ്ഞിട്ട് ശേഷമുള്ള മെട്രിക്സ്, റെഫറൻസ് വെക്ടർ എന്താണെന്നൊക്കെ അവിടെ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിയറമാണ് ഒരു ഇൻസിഡൻസ് മെട്രിക്സിൻ്റെ റാങ്ക് n-1 ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, പിന്നെ അതിനുശേഷമാണ് k കമ്പോണൻസ് വരുവാണെങ്കിൽ റാങ്ക് n-1 വരെ k ആവുമെന്നുള്ളൂ, n-k. പിന്നെ 2 ഗ്രാഫ് ഐസോമോർഫിക് ആവണമെങ്കിൽ ദേ ഹാവ് സെയിം ഇൻസിഡൻസ് മെട്രിസസ് ഡിഫർ ഓൺലി ബൈ പെർമ്യൂട്ടേഷൻ ഓഫ് റോ ആൻഡ് കോളം. ഓക്കെ, താങ്ക് യു.